ഏക വരുമാന മാർഗമായിരുന്നു. അത് നയിച്ചു. എന്ത് ചെയ്യുമെന്നറിയാൻ മേലാതെ ഇങ്ങനെ ഇരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വൈഫുണ്ട്, 2-3 കുഞ്ഞുങ്ങളുമുണ്ട്. അവരെയൊക്കെ പോറ്റാനുള്ളൊരു മാർഗമാണ് ഇപ്പോൾ അടഞ്ഞു പോയത്. മാർഗമായിരുന്നു നമ്മളെ പോയത്. അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രളയം പലരുടെയും ജീവിത മാർഗങ്ങളെ തന്നെ തകർത്തിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ആ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ തൻ്റെ പെട്ടി ഓട്ടോ തിരയുന്ന മുനീറിനെയാണ് കണ്ടത്. അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദോശക്കട ഈ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയി എന്നാണ് അറിഞ്ഞത്. ദോശക്കടയാണോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? വരുമാന മാർഗമായിരുന്നു. എല്ലാം പോയി. രാവിലെ ഒന്ന് നോക്കിയപ്പം ഒന്നും കാണാനില്ല. കുറച്ച് പ്ലേറ്റ് മാത്രം കിട്ടി. എവിടെ വെച്ചിരുന്നത്? നമ്മളെ കുറച്ചപ്പുറത്ത്. രാത്രി വെള്ളം വന്നപ്പോൾ അങ്ങനെ അടിച്ചു പോയതാണ്. കംപ്ലീറ്റ് പോയി. ഒന്നുമില്ല, ഒന്നും കാണില്ല. ഒന്നൊരു സൂചന, ഒരു ചെറിയൊരു അരിമണി പോലും കാണാനില്ല അതിനകത്ത്. എന്തെങ്കിലും തപ്പി നോക്കുക, എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഒന്നും കാണാനില്ല. എവിടെയൊക്കെ തെരഞ്ഞു? എല്ലാം മേളോട്ട് തിരഞ്ഞു, താഴത്തേക്ക് തിരഞ്ഞറിഞ്ഞ് പോവുക. മറ്റേ ഇവിടെ എല്ലാം വെള്ളം വരുന്നത് തിരയാൻ പറ്റിയില്ല. ഏക വരുമാന മാർഗമായിരുന്നു. അത് നയിച്ചു. എന്ത് ചെയ്യുമെന്നറിയാൻ മേലാതെ ഇങ്ങനെ ഇരിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വൈഫുണ്ട്, 2-3 കുഞ്ഞുങ്ങളുമുണ്ട്. അവരെയൊക്കെ പോറ്റാനുള്ളൊരു മാർഗമാണ് ഇപ്പോൾ അടഞ്ഞു പോയത്. മാർഗമായിരുന്നു നമ്മളെ പോയത്. ഈ മാലിന്യത്തിനിടയിലൊക്കെ തെരയുന്നത് കണ്ടല്ലോ. അത് അതിനകത്തെല്ലാം കിടപ്പുണ്ടോന്ന് നോക്കിയതാ. ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗമാവുമല്ലോ എന്ന് ഓർത്ത് നോക്കിയതാ. ഇപ്പോൾ താഴത്തേക്ക് ഇവിടെ നോക്കുക, അതിൻ്റെ ഇടങ്ങൾ നോക്കിയിട്ട് താഴത്തേക്ക് പോവാം. വേറെ ആരെങ്കിലും സഹായത്തിന് ആരെങ്കിലും കൂട്ടാൻ പറ്റുമോ? ഒത്തിരി പേരെല്ലാവരും നോക്കാനുണ്ടായിരുന്നു. എല്ലാവരും നോക്കി മടുത്തു. ഇപ്പോൾ നോക്കുക, ഞാൻ തന്നെ നോക്കാമെന്ന് ഓർത്ത്. നമുക്ക് നോക്കാതിരിക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഇല്ലാത്ത പൈസ മുടക്കി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ഒരു ദിവസം എത്ര വരുമാനം കിട്ടുമായിരുന്നു? വരുമാനം 500 രൂപ 1000 രൂപ ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു. ദോശ വിറ്റ്. അതാണ് ഇപ്പം ഇല്ലാണ്ടായി. ഈ അധികൃതർ ആരെങ്കിലും കണ്ട് സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടി ഓട്ടോയാണോ അതോ പെട്ടിക്കടയായിട്ട് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം പോയി. ഈ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ഒറ്റ രാത്രി കൊണ്ടെല്ലാം പോയി. ഈ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ പലരുടെയും വയറ്റത്തടിക്കുന്നതാണ്. ഇത് പ്രകൃതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരുടെ മേലും പഴി ചാരാൻ കഴിയില്ലെങ്കിലും ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിത മാർഗങ്ങളാണ് അടഞ്ഞു പോകുന്നത്. മുനീർ ഇങ്ങനെ തിരയുകയാണ് തൻ്റെ പെട്ടിക്കട ഏതെങ്കിലും ഭാഗത്തുണ്ടാകുമോ, ഇനി അത് കിട്ടിയാൽ തന്നെ അത് ഉപയോഗപ്രദമായിരിക്കും, ഉപയോഗിക്കാൻ അത് സാധിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും അതിൻ്റെ ദുഃഖത്തിലാണ് മുനീർ അത് നേരത്തെ അന്വേഷിക്കട്ടെ, കണ്ടെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സച്ചിൻ സജിക്കൊപ്പം ഈരാറ്റുപേട്ടയിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.